നമസ്കാരം. ലോകം ഉറ്റുനോക്കിയ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതീവ സുരക്ഷാ ആസ്ഥാനമായ ഷൊഹ്നാങ്ഷായുടെ വാതിലുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനായി തുറക്കപ്പെട്ടു. രണ്ടാം തവണയും വൈറ്റ് ഹൌസിലെത്തിയ ട്രംപിന്റെ ചൈനീസ് സന്ദർശനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനത്തിനും അപ്പുറം രണ്ട് വൻ ശക്തികൾക്കിടയിലെ മാറുന്ന സമവാക്യങ്ങളുടെയും വ്യക്തിപരമായ സൗഹൃദത്തിന്റെയും വിളംബരമായി മാറി. അതീവ രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഷൊഹ്നാങ്ഷായ് കോമ്പൗണ്ടിലേക്ക് ഒരു വിദേശ നേതാവിനെ ഷീ ജിൻപിങ് ക്ഷണിക്കുന്നത് അപൂർവമായൊരു നയതന്ത്ര ബഹുമതിയായാണ് നിരീക്ഷിക്കപ്പെടുന്നത്. സൗഹൃദത്തിന്റെ റോസാപ്പൂക്കൾ നിറഞ്ഞ ഉദ്യാനത്തിലൂടെയായിരുന്നു ഇരു നേതാക്കളുടെയും യാത്ര. ഷൊഹ്നാങ്ഷായിലെ ഭീമൻ റോസാപ്പൂക്കൾ കണ്ട് വിസ്മയിച്ച ട്രംപിനോട് അവയുടെ വിത്തുകൾ വൈറ്റ് ഹൌസിലെ റോസ് ഗാർഡനിൽ നട്ടുപിടിപ്പിക്കാനായി നൽകുമെന്ന് ഷീ ജിൻപിങ് വാഗ്ദാനം ചെയ്തു. 2017 അമേരിക്കയിലെ മാർ-എ-ലാഗോയിൽ ട്രംപ് നൽകിയ ആതിഥ്യ മര്യാദയ്ക്കുള്ള മറുപടിയായാണ് ഈ അപൂർവ ക്ഷണമെന്നും ഷീ വ്യക്തമാക്കി. രാഷ്ട്രീയ തർക്കങ്ങൾക്കിടയിലും വ്യക്തിബന്ധങ്ങൾക്ക് നയതന്ത്രത്തിൽ എത്രത്തോളം സ്ഥാനമുണ്ടെന്ന് അടിവരയിടുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. 500 വർഷത്തോളം പഴക്കമുള്ള വൃക്ഷങ്ങൾ സാക്ഷിയായ ഈ കൂടിക്കാഴ്ചയിൽ വ്യാപാര ബന്ധങ്ങളും ആഗോള സുരക്ഷയും പ്രധാന ചർച്ചാ വിഷയമായി. ഫന്റാസ്റ്റിക്കായ വ്യാപാര കരാറുകളിൽ ധാരണയിലെത്തിയെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും സാമ്പത്തിക രംഗത്തെ വടംവലികൾക്കിടയിൽ ഈ സൗഹൃദം എത്രത്തോളം ഫലപ്രദമാകുമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉന്നതതല സംഘത്തിന്റെ സാന്നിധ്യം ഈ ചർച്ചകളുടെ ഗൗരവം വർദ്ധിപ്പിച്ചു. ആഗോള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന ഇറാൻ-ഇസ്രായേൽ സംഘർഷമായിരുന്നു ചർച്ചകളിലെ മറ്റൊരു പ്രധാന കേന്ദ്രം. ഇറാൻ ആണവായുധം നിർമ്മിക്കരുത് എന്ന കാര്യത്തിൽ ഇരു നേതാക്കളും സമാനമായ കാഴ്ചപ്പാടാണ് പങ്കുവച്ചത്. കടലിടുക്കിലൂടെയുള്ള വ്യാപാര പാതകൾ തുറന്നു കിടക്കണമെന്നും യുദ്ധം അവസാനിക്കണമെന്നും ട്രംപ് ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ ഷീ ജിൻപിങ് തയ്യാറാകാത്തത് അമേരിക്കൻ പക്ഷത്തെ അല്പം അസ്വസ്ഥരാക്കുന്നുണ്ട്. നയതന്ത്രത്തിന്റെ ഈ വിരുന്നിൽ ചൈനീസ് വിഭവങ്ങൾക്കൊപ്പം അമേരിക്കൻ മധുര പലഹാരങ്ങളും വിളമ്പിയെന്നത് ശ്രദ്ധേയമാണ്. മുന്തിയ ഇനം കടൽ വിഭവങ്ങളും കുങ്പാവോ ചിക്കനും ഉൾപ്പെട്ട വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ കൈപ്പേറിയ അധ്യായങ്ങൾ മറക്കാനുള്ള ശ്രമമായാണ് കരുതപ്പെടുന്നത്. ചർച്ചകൾക്കിടയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ ചൈനീസ് ഉദ്യോഗസ്ഥർ കർശനമായി തടഞ്ഞത് ചൈനയുടെ പതിവ് രഹസ്യാത്മക ശൈലി വീണ്ടും ഓർമ്മിപ്പിച്ചു. 11 വർഷത്തെ നീണ്ട സൗഹൃദത്തെക്കുറിച്ചാണ് ട്രംപ് സംസാരിക്കുന്നത്. മുൻപത്തെ ഭരണാധികാരികൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും തങ്ങൾക്കിടയിൽ സംസാരിച്ചു തീർക്കാൻ കഴിഞ്ഞുവെന്ന് ട്രംപ് അവകാശപ്പെടുന്നു. കൺസ്ട്രക്റ്റീവ് സ്ട്രാറ്റജിക് കോഓപ്പറേറ്റീവ് റിലേഷൻഷിപ്പ് എന്നാണ് ഈ സന്ദർശനത്തെ ചൈനീസ് പരിഭാഷകൻ വിശേഷിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഷീ ജിൻപിങ് അതേസമയം തന്നെ ട്രംപിനെ കൂൾ ഗായ് എന്ന് വിശേഷിപ്പിക്കാൻ തക്കവണ്ണം വ്യക്തിബന്ധം കാത്തുസൂക്ഷിക്കുന്നു. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സൂചിപ്പിച്ചത് ഷീ ജിൻപിങ് തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന കടുപ്പക്കാരനായ ഭരണാധികാരിയാണെന്നാണ്. അമേരിക്കൻ യുദ്ധങ്ങളുടെ അടിസ്ഥാനമായ ഇറാന്റെ ആണവ വിഷയത്തിൽ ഷീ ജിൻപിങ് പൂർണ്ണമായും വഴങ്ങാത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ഭിന്നതയുടെ ആഴം വ്യക്തമാക്കുന്നു. എങ്കിലും യുദ്ധം ആർക്കും ഗുണകരമല്ലെന്ന പൊതുബോധത്തിലേക്ക് ഈ ചർച്ചകൾ വഴി തുറക്കുന്നു എന്നത് ആശ്വാസകരമാണ്. സെപ്റ്റംബറിൽ ഷീ ജിൻപിങ് വൈറ്റ് ഹൌസ് സന്ദർശിക്കാനിരിക്കുകയാണ്. ഷൊഹ്നാങ്ഷായിൽ തുടങ്ങിയ ഈ റോസാപ്പൂ നയതന്ത്രം വാഷിംഗ്ടണിൽ എത്തുമ്പോഴേക്കും എത്രത്തോളം പൂവിടുമെന്ന് ലോകം കാത്തിരിക്കുന്നു. ആഗോള വിപണിയിലെ തകർച്ചയും ഊർജ്ജ പ്രതിസന്ധിയും പരിഹരിക്കാൻ ഈ രണ്ട് വമ്പൻ ശക്തികൾ ഒന്നിച്ചു നീങ്ങിയാൽ അത് ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും.